ഇന്ന് വിജയദശമി ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഇന്ന് അമ്പലത്തിൽ പോയി ബുക്ക് എടുക്കണ്ടേ. രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ഒരുവിധം തീർത്തിട്ട് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ എന്ന് കരുതി രാവിലെ ഇന്ന് 5 മണിക്ക് തന്നെ 5:30 ആയപ്പോൾ 5 മണിക്ക് എണീറ്റ് 5:30 ഞാൻ അടുക്കളയിലേക്ക് കയറി. ആദ്യം രാവിലത്തെ കാപ്പി പരിപാടികൾ റെഡിയാക്കി വെച്ചിട്ട് പോകാം, ഞാൻ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ രാവിലെ എല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡലിക്കുള്ളത് ആക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് കുറച്ച് അയില ഇരിപ്പുണ്ടായിരുന്നു, അതും ഒന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് തേങ്ങയൊക്കെ തിരുമ്മി അതിൻ്റെ പൊടികളെല്ലാം ചേർത്ത് അത് പെട്ടെന്ന് തന്നെ അത് അരച്ച് ചട്ടിയിലേക്കാക്കി മാറ്റി വെച്ചു. അതിനുശേഷം അത് വിറകടുപ്പിൽ ഞാൻ വേവിക്കാനായിട്ട് അടപ്പയിൽ വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് രസം വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം അത് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം കായവും പിന്നെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പുളിവെള്ളം, മഞ്ഞപ്പൊടി, കുരുമുളക്, ഉലുവാപ്പൊടി ഇത് മൂന്നും ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്ന സംഭവം പുളിവെള്ളം, അത് തന്നെ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് രസം റെഡിയായി. അതിനുശേഷം ഞാൻ പിന്നെ സാമ്പാറിനുള്ളത് അങ്ങ് അടപ്പയിലോട്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് നിന്നു. ഞാനിപ്പോൾ പറഞ്ഞ് എനിക്ക് ശേഷം എന്ന വാക്ക് തോനെയാകുന്നു. ഞാൻ തന്നെ ഈ വോയിസ് കേൾക്കുമ്പോൾ എല്ലാം ഒരുപാട് ശേഷം വരുന്നുണ്ട്. എന്താണ് അങ്ങനെ കയറുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി അതിന് നമുക്ക് ഇന്നെന്നല്ല, കുറച്ച് 2 ദിവസമായി നമ്മുടെ വീട്ടിൽ പുതിയ അതിഥികളാണ് ഈ കണ്ടത്. അവർക്കുള്ള തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു. അപ്പം അതിനിടയിൽ കൂടെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല, കാര്യം അപ്പോഴത്തേനും 8:30 അപ്പോൾ നേരെ അമ്പലത്തിൽ ചെന്നു. അതിനുശേഷം അവിടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുമതിലിൻ്റെ ഭാഗമായിട്ട് ചുറ്റുമതിൽ കെട്ടിയതിൻ്റെ അതിൻ്റെ ഉദ്ഘാടനമായിട്ട് MK പ്രേമചന്ദ്രൻ എത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങൾക്കുമൊക്കെ നിന്നു. ഇതേ സമയം വിജയദശമി നാളിൽ രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ കുഞ്ഞികൃഷ്ണപിള്ള സാറ് നേരെ വീട്ടിൽ വന്ന് നമ്മുടെ ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.